Check, 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 check. അങ്ങനെ അമ്പലത്തിൽ ഒരു ഭാഗത്ത് ഉത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമല്ല, മാസം 1.5 മാസമായിട്ട് നിർത്തിവെച്ച ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം. അപ്പോൾ അന്ന് രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് കല്ല് വരുമെന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. വെട്ടുകല്ല് വരുമെന്നും പറഞ്ഞ് വിളിച്ചു. അവരെവിടെയോ കണ്ണൂരിൽ നിന്നാണ് കല്ല് വരുന്നത് കേട്ടോ. അപ്പോൾ അവരെവിടെയോ സ്ഥലത്തെത്തി എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നു. പക്ഷേ നമ്മൾ 11:30 സമയത്തൊക്കെ നമുക്ക് കാണാവുന്ന വെളിച്ചം കൂടി ഉണ്ട് കേട്ടോ. നിലാവിൻ്റെ നല്ല വെളിച്ചമുണ്ട്. പക്ഷേ വീഡിയോയിൽ തീരെ വെളിച്ചമില്ലേ. കാരണം നമ്മൾ വലിയ എമർജൻസി ഒന്നും നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല. നമ്മളെ വീടിൻ്റെ അവിടെ ഒന്നും ബൾബും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഉള്ളത് അപ്പുറത്തെ വീട്ടിലാണ്. അവരെ വിളിച്ചതൊക്കെ അവരൊക്കെ കിടന്ന് രാത്രിയായില്ലേ, 11:30 12 മണി ആ സമയത്ത് അവിടെ ഒന്നും വെളിച്ചമില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഞങ്ങൾക്ക് പക്ഷേ ശരിക്കും അതിൽ നടക്കുകയും കട്ട ഇറക്കി വെക്കുന്ന സ്ഥലം കാണുകയും ഒക്കെ ചെയ്യായിരുന്നു. അങ്ങനെ വണ്ടി വന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും പേടിച്ചു കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് ഇറക്കി വെക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു അവർ വണ്ടി ബാക്ക് കയറ്റിയത് കേട്ടോ. പക്ഷേ തറേൻ്റെ അങ്ങോട്ടേക്ക് കയറാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ മണ്ണ് താന്നു പോയി. ദൈവഗുരുത്വം കൊണ്ട് എന്താ പറയുക, അങ്ങനെയല്ല, എന്തോ ഒരു ഭാഗ്യം കൊണ്ടെന്ന് വേണം പറയാൻ. അവർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇറക്കാതെ തിരിച്ച് മുന്നോട്ട് തന്നെ കയറ്റിയിട്ട് എന്ത് ചെയ്തു, പറമ്പിൽ ഇറക്കുക കേട്ടോ ചെയ്തത്. കാരണം കുറേ എന്നിട്ട് തന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ പിന്നെ തൂമ്പ എടുത്തുകൊണ്ട് വന്നതെന്ന് അവരറിഞ്ഞില്ല കേട്ടോ. നമ്മൾ എടുത്തുകൊണ്ട് വന്ന് രാത്രിയിലെ 12 മണി സമയത്ത് തന്നെ അവർ ഉറക്കം കളയണ്ടെന്ന് വെച്ചിട്ട് വിളിച്ചൊന്നുമില്ല. അങ്ങനെ തൂമ്പ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ റോഡിൻ്റെ അവിടെയൊക്കെ കൊത്തിയൊക്കെ ശരിയാക്കാനൊക്കെ നോക്കിയിട്ട് പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം അവർ പറമ്പിൽ തന്നെ കല്ലിറക്കുകയാണ് ചെയ്തത്. അങ്ങനെ എന്താ പറയുക, ബാങ്കും നമ്മൾ പഞ്ചായത്തിന് കാത്തു നിന്നാൽ എത്തൂല, ഇതുവരെ ഫണ്ടിൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ലോണായിട്ട് എടുക്കുകയാണ് ചെയ്തത്. പലിശയ്ക്കാണെങ്കിലും എടുത്തു. പക്ഷേ കുറഞ്ഞ പൈസ എടുക്കേ നിവർത്തിയുള്ളൂ. കുറഞ്ഞ പൈസകൾ എടുത്തിട്ട് പഞ്ചായത്തിന് കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇല്ലെങ്കിൽ ഇനി എത്ര നാളിങ്ങനെ, ഇനിയിപ്പം എന്താണെങ്കിലും പഞ്ചായത്തിൻ്റെ മുഴുവൻ പൈസയും നമ്മൾ മുഴുവൻ പണി തീർന്നാലേ മുഴുവൻ പൈസയും കിട്ടുകയുള്ളൂ. പക്ഷേ ഫണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുഴുവൻ പൈസയും കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഫുള്ള് ഇരുട്ട് കേട്ടോ. ഒന്നും കാണുന്നുണ്ടാവില്ലല്ലേ നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും അതുകൊണ്ടൊന്ന് ക്ഷമിക്കുക. വെളിച്ചം എൻ്റെ ഫോണിൽ ഫ്ലാഷ് ലൈറ്റൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല, ഒന്നും കാണുന്നില്ല എന്നുള്ളത് പിന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നെ വണ്ടി തിരിച്ച് പറമ്പിലേക്ക് തന്നെ അവിടെ ഇറക്കി വെച്ചു. പിന്നെ നമ്മളൊരു 1 മണി ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു കേട്ടോ. മക്കളെല്ലാവരും ഉറങ്ങുകയായതുകൊണ്ട് അവരാരും വഴക്കൊന്നും ഉണ്ടാക്കിയില്ല, അവർ ഉറങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കല്ലൊക്കെ ഇറക്കി പിറ്റേ ദിവസമാണ് കേട്ടോ അത്. പിറ്റേ ദിവസം സിമൻ്റ് ഇറക്കിയ സമയത്ത് അനിഫക്ക നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പോയിട്ട് മൂടി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പണിസ്ഥലത്ത് നിന്ന് സമയം ഒഴിവ് നോക്കിയിട്ട് പോയി മൂടി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സിമൻ്റ് ഒന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തൊട്ട് പുറകിലെ സ്ഥലം വാങ്ങിയ സുരേഷ് ചേട്ടനാണ് കേട്ടോ സിമൻ്റ് ഇറക്കിയത്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ സുരേഷ് ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു.
പിറ്റേ ദിവസം ഇതുപോലെ പണിക്ക് പോരുമ്പോൾ ചെല്ലാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ മക്കളെയൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷം ഇവിടുന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഒഴിവ് പോലെയാണ് കേട്ടോ ഞാൻ ചെന്നത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ പടവ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള തെക്കുംകുറ്റി തന്നെയുള്ള ഷിഹാബുദ്ദീൻ എന്ന് പറഞ്ഞിട്ടൊരു ഇക്കായാണ് കേട്ടോ. അപ്പം ആ ചേട്ടനും കൂടെ 2 പേരും ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങളൊരു നാട്ടുകാരാണെന്നുള്ളതൊക്കെ അറിഞ്ഞത്. അങ്ങനെ എന്താണെങ്കിലും ഒരു പടവ് തുടങ്ങി. അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരും ഉണ്ടാവില്ല, എല്ലാവരും പണിക്ക് ആയതുകൊണ്ട് അച്ഛൻ വന്നതായിരുന്നേ. അപ്പോൾ അച്ഛൻ നോക്കുമ്പോൾ കാല് ഭയങ്കര വേദന കൂടുതലാണ് കേട്ടോ. അച്ഛന് ഇത്തിരി യൂറിക് ആസിഡൊക്കെ അത്യാവശ്യം നല്ലപോലെ കൂടുതലാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും വേദന കേട്ടോ. പിന്നെ കാലിൻ്റെ പുറകിലൊരു മുറിവുണ്ട്. ആ മുറിവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴുക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പം യൂറിക് ആസിഡ് കൂടുതലായിട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ കൂടി ആയതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ നിൽക്കണ്ട, അച്ഛൻ നിന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് അത് മുറിവിലൊക്കെ പൊടി പിടിച്ച് പിന്നെ അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് അച്ഛൻ നിൽക്കണ്ട, അച്ഛൻ പോയിക്കോളി എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും എനിക്ക് വണ്ടി വന്നെന്ന് പറഞ്ഞ് വിളി വരുന്നതുകൊണ്ട് ഞാൻ പോരുകയാണ് കേട്ടോ. അച്ഛൻ നിൽക്കുമ്പോൾ തന്നെ കാല് മടക്കി പെട്ടെന്ന് നിൽക്കുമ്പോൾ തന്നെ നിവർക്കാൻ വയ്യാത്ത പോലത്തെ വേദനയാണ്. പിന്നെ എന്താ പറയുക, അത് ഒരാഗ്രഹവും മനസ്സിലൊരു സ്വപ്നവും സന്തോഷമൊക്കെ ആയതുകൊണ്ട് വേദനയൊക്കെ സഹിച്ച് കടിച്ചു പിടിച്ച് വരുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയി. ഇപ്പോഴും ഞാനിപ്പോൾ പഞ്ചായത്തിൽ വിളിച്ച് വെച്ചോളൂ കേട്ടോ. വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ, ഫണ്ടുണ്ടോ പൈസ വന്നോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ പറയണത് ഫണ്ട് എത്തിയിട്ടില്ല, പൈസ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം പഞ്ചായത്തിൻ്റെ വീടുകളൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് പിന്നെ നമ്മളിപ്പോൾ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നു കേട്ടോ. പഞ്ചായത്തിൻ്റെ വീട് എന്നല്ല കേട്ടോ പറയേണ്ടത്, ലൈഫ് മിഷൻ്റെ വീട്. നമ്മളിപ്പം ആദ്യത്തെ ഗഡു കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ തറ കെട്ടണം. അപ്പോൾ ആ തറ കെട്ടാൻ വേണ്ടി നമ്മളൊരു പൈസ കാണണം. പിന്നെ അത് കിട്ടുമ്പോൾ തറ കെട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് പിന്നെ പൈസ ഉണ്ടെങ്കിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അനുസരിച്ച് തരും, ഇല്ലാത്ത പക്ഷം നമ്മളത് വരുന്നത് വരെ ഇങ്ങനെ നിൽക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് വരേണ്ടത് കൊണ്ടും ഇങ്ങനെ കുറച്ച് ദൂരം ഉണ്ടല്ലോ നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്ന ഇടത്തിലേക്ക്. അപ്പം നടന്നെത്തുന്നൊരു ദൂരമാണെങ്കിൽ പിന്നെ നമുക്ക് വണ്ടിക്കൂലി ചിലവില്ല നിൽക്കുക. അതിൻ്റെ കൂടെ വണ്ടിയും പണി മുടക്കി എല്ലാം ഒരുമിച്ച് വന്ന് ഇടി വെട്ടി തന്നെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി കേട്ടോ. അപ്പം വണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ എന്നിട്ടും നമ്മളെ വണ്ടി കൊണ്ടുപോയ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ വേണ്ടാന്ന് വെക്കായിരുന്നു, അടിച്ചു പൊളിച്ച് നടക്കാൻ വേണ്ടിയിട്ടല്ല സഹോദരാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ പണിക്ക് വരണം, മക്കളെ 2 പേരെ ഒരു വഴിക്കും ഒരാളെ വേറെ സ്ഥലത്തും ആക്കണം, തിരിച്ച് അതേപോലെ അവരെ കൂട്ടാൻ പോകണം. ഈ വണ്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ എത്തിക്കാൻ നമുക്ക് കഴിയണത്. അല്ലാതെ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് 2-3-4 ഒരാഴ്ചയായിട്ട് വല്ലാത്തൊരു പ്രശ്നത്തിലായി പോയത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സത്യം പറഞ്ഞാൽ പടവ് തുടങ്ങുമെന്ന് നമ്മൾ അനീഫൊക്കെ പറഞ്ഞെങ്കിലും ഇങ്ങനെ കട്ടിലെ ജനലൊക്കെ വെക്കുകയാണ്, കട്ടില വെപ്പാണെന്നൊന്നും നമ്മളങ്ങനെ അതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനങ്ങനെ ചിന്തിച്ചില്ല കേട്ടോ. അപ്പോൾ ഏട്ടനും അത് അത്ര പടവ് നാളെ തുടങ്ങുമെന്ന് പറഞ്ഞപ്പം മൂപ്പരും വിചാരിച്ച് കാണില്ല ഇങ്ങനെ സാധാരണഗതിയിൽ പടവ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ കട്ടില വെക്കും എന്നാണ് അനീഫക്കനോട് ഞാൻ പിറ്റേന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോഴാണ് കാണുന്നത് കട്ടില വെച്ചത്. അയ്യോ, അപ്പം ഞാൻ പറഞ്ഞു ഈ കട്ടില വെക്കുമ്പോൾ ഒക്കെ എന്തും ചെയ്യാനുണ്ടോയെന്നൊക്കെ ആർക്കറിയാം, അറിഞ്ഞില്ലല്ലോ, അവർക്കൊരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മളെ പടവ് വീണ ഇക്കായി എന്നെ പറയണത്, ശരി നിങ്ങൾ അറിഞ്ഞില്ലല്ലേ എന്ന് വെച്ചിട്ടോ. അപ്പം അറിഞ്ഞില്ല എന്നല്ല, അനീഫൊക്കെ പറഞ്ഞത് പടവ് തുടങ്ങുകയാണ്, അപ്പം നമുക്കറിയില്ല എന്നുള്ളതാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഞാനത് ചിന്തിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ എന്തായാലും വേണ്ടില്ല, സാരമില്ല എന്ന് വെച്ചാൽ അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഇന്നൊരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കാം, 3 ആളല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ അന്ന് ഭക്ഷണം വാങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് അവർക്കൊരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുത്തത്. പിന്നെ കട്ടില വെപ്പിനും ഒക്കെ ചിലവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളെ ഇക്കായി പറഞ്ഞു നല്ലപോലെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം, അത്ര തന്നെ, വേറെ ഒന്നും ചെയ്തൊന്നുമില്ല. പിന്നെ എല്ലാം എന്താ പറയുക, നമുക്ക് പൈസ തരുന്ന ലോണും കാര്യങ്ങളൊക്കെ പാസ്സാക്കി തരുന്ന ദൈവങ്ങളോടാണ്
തരുന്ന ബാങ്കുകളോടാണ് നമ്മൾ നന്ദി പറയാനുള്ളൂ കേട്ടോ. കാരണം അവർ തരുന്ന ലോണും പൈസയും അവർ തരുന്ന പൈസ അവർ തരുന്നത് കൊണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ ഇനി അത് കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുത്ത് അടയ്ക്കണം. അതിൽ സങ്കടമില്ല. നമ്മൾ പണിയെടുത്ത് അടച്ചാൽ നമുക്ക് ചോരാതെ കിടക്കുന്ന ഒരു വീട് പൊന്തി വരുന്നുണ്ടല്ലോ, അതൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഇക്കായി ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു കട്ടിലൊക്കെ വെച്ച് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ആഗ്രഹം കൊണ്ട് കട്ടില വെപ്പ് എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു പണി നിർത്താൻ പോകുമായിരുന്നിട്ടും ഞാൻ ഇങ്ങനെ ഞങ്ങൾ കട്ടില വെക്കുന്നത് കണ്ടിട്ട് പോകാൻ പറഞ്ഞിട്ട് എന്നോട് എന്നാൽ പിന്നെ ഈ ആൾക്ക് ഞങ്ങൾ വെച്ച് തരാമെന്നും പറഞ്ഞ് അങ്ങനെ ഇക്കായി ഞങ്ങൾ ഇങ്ങനെ കട്ടില വെച്ച് ഒരു കട്ടിലയും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ഇത് വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് എന്താ പറയുക സന്തോഷമാണ്. പക്ഷെ എനിക്ക് ഇന്നലെയൊന്നും പോകാൻ പറ്റിയില്ല, വണ്ടി ഇല്ലാത്തതുകൊണ്ട്. ഇന്ന് ഞാൻ അവിടെ നമ്മളെ തൊട്ട് അടുത്ത് മോൻ്റെ വണ്ടി വാങ്ങിപ്പോയി. അഖിലിൻ്റെ സൂപ്പർ മാർക്കറ്റാണല്ലോ നമ്മളെ അടുത്ത്. മോൻ്റെ വണ്ടി വാങ്ങി ഉച്ചയ്ക്ക് ഞാൻ ചെന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ സങ്കടമാണോ സന്തോഷമാണോ എനിക്ക് എന്താ പറയേണ്ടതെന്നല്ല അറിയില്ല കേട്ടോ. പടവ് തുടങ്ങിയ സമയത്താണ് ഞാൻ പോയത്. ഞാൻ ചെല്ലുമ്പം നമ്മൾ പലവെല്ലാം ഇതുവരെ എത്തിയിട്ടുണ്ട്. കട്ടിലേം ജനലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ രാവിലെ നന്ദി. അതുപോലെ നമ്മൾ എല്ലാവരോടും സഹായിച്ച് എന്താ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഈ സഹായങ്ങളൊന്നും നമുക്ക് എന്താ പറയുക പറഞ്ഞാൽ തീരില്ല എങ്ങനെയാണെന്നുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ മുന്നിലെ ബാത്റൂമിൻ്റെ കുഴിയൊക്കെ ഇന്നലെ സ്ലാബ് ഇട്ടു കേട്ടോ. കുഴിക്കുള്ള സ്ലാബ് ഉണ്ടാക്കി അത് ചെയ്തു. അതെല്ലാം ഇന്നലെ പിന്നെ ചേട്ടൻ ലീവായിരുന്നു. സത്യം പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് അവിടെ ചെന്നപ്പോൾ എനിക്കെന്താ പറയണ്ടതെന്നറിയില്ല. സന്തോഷമാണോ സങ്കടമാണോ എന്താ എനിക്കറിയില്ല കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സത്യമാണല്ലേ. എല്ലാവർക്കും വീടെന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ സ്വപ്നം തന്നെയാണ്. എനിക്കൊന്ന് ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു വീടും പിന്നെ മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് സമാധാനത്തോടു കൂടിയുള്ള ജീവിതം തന്നെയായിരിക്കും. സത്യം പറഞ്ഞാൽ മക്കൾ കണ്ടിട്ടില്ല കേട്ടോ. അവർ കാണുമ്പോൾ എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ഓർത്തു വിട്ടു. ഞാൻ ചെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെയാണെങ്കിൽ മക്കൾ കാണുമ്പോൾ എന്തായിരിക്കും സന്തോഷമെന്നേ. അവരിപ്പോൾ കുറച്ച് ദിവസമായി അവരങ്ങോട്ട് പോയിട്ട്. അപ്പം പണിയുണ്ട്. അന്ന് രാത്രി ഞങ്ങൾ കട്ട ഇറക്കാൻ പോകുന്നപ്പോൾ തന്നെ ആദ്യക്കൂട്ടം ചോദിക്കുന്നുണ്ട്, അമ്മ ഞാനും കൂടെ വരട്ടെ, അമ്മ വീഡിയോ പിടിച്ച് കൊണ്ടുവരുമെന്നൊക്കെ. പക്ഷേ വെളിച്ചല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും കാണുന്നില്ല. അതിന് ശേഷം അവർ കണ്ടിട്ടില്ല. ഇപ്പോൾ അവരെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം. കഴിഞ്ഞോ ഭക്ഷണം കഴിച്ചില്ല? അപ്പോൾ ഒരു നേരം ഉള്ളല്ലോ അല്ലേ? ഒരു നേരമാണ് ശീലം അല്ലേ? നമുക്ക് ആദ്യത്തെ കേട് ഒരു തറ കെട്ടാനുള്ള 48,000 കിട്ടിയുള്ളൂ. പിന്നെ അത് കൊടുത്തു. അതിന് കൊടുത്തപ്പോൾ അവർ പറയുന്ന പഞ്ചായത്തിൽ ഫണ്ടില്ലാന്നാണ് പറയുന്നത്. ഇനി എഴുതി കൊടുക്കണ്ട. ഇപ്പം നമ്മൾ തറ കെട്ടിയതിന് ശേഷമുള്ളത് കൊടുത്തു, അപേക്ഷ കൊടുത്തു. ഇനി അത് കിട്ടിയതിന് ശേഷമായിരിക്കും അടുത്തതിനുള്ളത്. രാവന്തിയോളം അവിടെ നോക്കി നിൽക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ജോലി സ്ഥലത്തു നിന്നല്ലേ പോയത്. ഞാൻ മുന്നേ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പം നമ്മളെ വീട് പണീൻ്റെ ഇപ്പോഴത്തെ ഇവിടെ വരെയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരോടും 1000 നന്ദി. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.